Hi friends, LINI'S food cornerലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചൂരമീൻ എങ്ങനെ ഈസിയായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ചൂരമീൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുള്ളുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക, അല്ലാത്ത കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഈ ചെകിളയ്ക്ക് താഴത്തിൽ കക്കാനുള്ള ഒരു സ്കിന്നുണ്ട്. അത് നമ്മൾ കത്തി ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അത് നല്ല മൂർച്ചയുള്ള കത്തി തന്നെ വേണം, അതല്ലെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആ താടയുടെ അവിടെയും അതുപോലെ തന്നെ ആ ഹാർഡായ സ്കിന്നുണ്ട്, അതും നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഹാർഡായ സ്കിന്നൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉപ്പിട്ട്, നമ്മളിതിന് വിനാഗിരിയോ അതല്ല കുടംപുളിയോ ചെറുനാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഈ സ്കിന്നിലിടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ സ്കിന്ന് അധികം കട്ടിയൊന്നുമില്ല, അതുകൊണ്ട് ഉപ്പിട്ട് നമുക്ക് തേച്ച് കഴുകിയാൽ മതി. സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉപ്പിൽ മുക്കി നല്ലതുപോലെ നമുക്ക് തേച്ച് കഴുകാം. ഇനി നമുക്കിതിൻ്റെ തല കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചെകിളയ്ക്ക് താഴെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക, അതുപോലെ താട കട്ട് ചെയ്യുക. എന്നിട്ട് ആ മുള്ളിൻ്റെ അറ്റം, അതായത് ആ തലയ്ക്ക് താഴെയായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ കുടലൊന്നും മുറിയാത്ത രീതിയിൽ കട്ട് ചെയ്യണം, എന്നാലേ കുടലിടക്ക് നമുക്കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കുടലെ തലയിൽ നിന്ന് വേർപ്പെടുത്തി കൊടുക്കാം. ഇനി തല നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ട് ആദ്യം അതിൻ്റെ വീതി നീളനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് വീതി കൂടി മെയിനായതുകൊണ്ട് നമുക്ക് വട്ടം പീസ് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ നടു മുറിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിനുള്ളിൽ ഇതിന് മുട്ടയൊക്കെ ഉണ്ട്, അത് നമുക്ക് എടുത്തു മാറ്റാം. ഇപ്പം നെടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുടംപുളി ഇട്ട് പറ്റിക്കുന്നതാണ് എപ്പോഴും ചൂരമീൻ, അതുപോലെ കേര, ഇതൊക്കെ നല്ലത്. നമ്മളെന്തെങ്കിലും വിശേഷ ആവശ്യങ്ങൾ, കല്യാണം അങ്ങനെയുള്ളതിനൊക്കെ കുടംപുളി ഇട്ട് പറ്റിക്കാനായിട്ട് അധികം നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെയൊക്കെ മീനാണ്. കാരണം ഇത് നല്ല ഹാർഡായ മാംസമാണ്. ഞാൻ മുതുകിൻ്റെ മുള്ളിൻ്റെ തൊട്ടിപ്പുറം വെച്ച് നമ്മൾ നീളനുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പീസും ഇതുപോലെ നീളം കട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാംസത്തിൽ മുള്ളൊട്ടും തന്നെ ഉണ്ടാവില്ല. നമുക്ക് വറക്കാനോ അതുപോലെ തന്നെ അച്ചാറിന് വറുത്തെടുക്കാനൊക്കെ നല്ലതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഇത് ഇതുപോലെ മുള്ളിൻ്റെ തൊട്ടുപുറം വെച്ച് നമുക്ക് നെടുകയൊന്ന് കീറി കൊടുക്കാം. നമ്മൾ അച്ചാറിടാനൊക്കെ ഇതുപോലെ കട്ട് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ഇതിനേക്കാളും കുറച്ചുകൂടി ചെറുതാക്കി കട്ട് ചെയ്യണം. വറുക്കാനൊക്കെ ഇതേപോലെ കട്ട് ചെയ്യണതാണ് നല്ലത്. ഇതിപ്പോൾ ഈ മുള്ളും അതുപോലെ തലയും എല്ലാം കൂടി കുടംപുളിയിട്ട് പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂരയൊക്കെ വറുക്കാനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളിതുപോലെയുള്ള ഭാഗങ്ങൾ നമ്മൾ കറി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി മാംസമാണ് നമ്മളെടുത്തിട്ട് വറുത്ത് അച്ചാറിടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് തലയുടെ അച്ചകളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ താഴയുടെ അടിവശം കട്ട് ചെയ്യുക, എന്നിട്ട് ആ പൂവെടുത്ത് മാറ്റാം. അതിൻ്റെ ചുണ്ടിൻ്റെ വശവും കട്ട് ചെയ്തിട്ട് നമുക്കിത് പീസസ് ആക്കി എടുക്കാം. ഞാൻ ചുണ്ടിൻ്റെ വശം ഇതുപോലെ കട്ട് ചെയ്ത് തരണം. ഇപ്പോൾ എല്ലാം ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുതേ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.